بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه ഇതാകുന്നു ഗ്രന്ഥം, ഇതിൽ സംശയമേ ഇല്ല. ഒരു ഗ്രന്ഥത്തിന് ആവശ്യമായ എല്ലാ മഹത്വങ്ങളും തികഞ്ഞ ഗ്രന്ഥം ഇത് മാത്രമാണ്. ഒരു ഗ്രന്ഥമെന്ന നിലയിൽ സമ്പൂർണ്ണത അവകാശപ്പെടാവുന്ന ഗ്രന്ഥം ഇത് മാത്രമേ ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ തുടങ്ങിയ വേദഗ്രന്ഥങ്ങൾ അല്ലാഹു അവതരിപ്പിച്ചിരുന്നു. എന്നാൽ തനതായ രൂപത്തിൽ അവയൊന്നും കിട്ടാനില്ല. അവയുടെ ആളുകൾ അതെല്ലാം കുഴപ്പത്തിലാക്കി കളഞ്ഞു, മാറ്റിമറിച്ച് കൂട്ടിച്ചേർത്തു, പലതും എടുത്തു കളഞ്ഞു. അതിനാൽ അതൊന്നും ഇപ്പോൾ ലോകത്ത് നിലവിലില്ല. ഖുർആൻ മാത്രമേ ഉള്ളൂ. വ്യത്യസ്ത വിജ്ഞാന, സാഹിത്യ, കലാശാഖകളിൽ ലോകത്ത് എണ്ണിയാലൊടുങ്ങാത്ത പുസ്തകങ്ങൾ രചിക്കപ്പെടുകയും പുറത്തിറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗ്രന്ഥങ്ങളുടെ സ്വീകാര്യത കുറച്ചു കാലമേ നിലനിൽക്കാറുള്ളൂ. ഏതു തരം വിജ്ഞാനവും വികസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ശരിയായ കാര്യങ്ങൾ നാളെ തെറ്റാണെന്ന് തെളിയിക്കപ്പെടും. ഇന്നലത്തെ വിജ്ഞാനം ഇന്ന് വിവരമില്ലായ്മയാണെന്ന് എത്രയോ നാം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എഴുതുന്ന ഏത് ഗ്രന്ഥമാകട്ടെ കുറച്ചു കാലത്തേക്കേ അതിൻ്റെ ഉപയോഗം നിലനിൽക്കുന്നത്. എന്നാൽ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു കടന്നുപോയി. അതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം ശരിയല്ല എന്ന് ന്യായമായി തെളിയിക്കാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, ഭൂമി, ആകാശം, ഗ്രഹങ്ങൾ, കാറ്റ്, മഴ, മലകൾ, പുഴ, കടൽ, ജീവികൾ, മനുഷ്യസൃഷ്ടിപ്പ്, പുരാതന സമുദായങ്ങളുടെ ചരിത്രം, ഇഹലോകം, പരലോകം, ഇങ്ങനെ വൈവിധ്യമാർന്ന മണ്ഡലങ്ങൾ, വിവിധ നിയമനിർദ്ദേശങ്ങളെല്ലാം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. വ്യക്തിയോ കുടുംബമോ സമൂഹമോ രാഷ്ട്രമോ ലോകമോ നടപ്പാക്കേണ്ട ഒരു നിയമമോ നിർദ്ദേശമോ പ്രായോഗികമല്ല എന്ന് യുക്തിസഹമായി ബോധ്യപ്പെടുത്തി തരാൻ ആർക്കും സാധ്യമായിട്ടില്ല. ഖുർആനിലെ പ്രതിപാദ്യ വിഷയങ്ങൾ കുറച്ചൊന്നുമല്ല. വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്ന് മാത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അത്രയധികം വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ ഒന്നും തന്നെ കാലഹരണപ്പെട്ടവയല്ല, കാലഹരണപ്പെടുന്നതുമല്ല എന്ന് ഖുർആൻ തന്നെ അവകാശപ്പെടുന്നു. എല്ലാ കാലത്തേക്കും എല്ലാ സ്ഥലത്തേക്കും പ്രസക്തവും പ്രായോഗികവുമാണ് ഖുർആനിലെ നിയമനിർദ്ദേശങ്ങൾ. സാർവകാലികവും സാർവലൗകികവുമായ ഗ്രന്ഥം ഭൗതികവും പാരത്രികവുമായ വിജയത്തിന് മനുഷ്യകുലത്തിന് സന്മാർഗം കാണിച്ചു കൊടുക്കുകയും എല്ലാത്തരം ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥമാണിത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സമ്പൂർണതയും മഹത്വവും തികഞ്ഞ ഒരു ഗ്രന്ഥമെന്ന് ഈ ഖുർആനിനെ സംബന്ധിച്ച് മാത്രമേ പറയപ്പെടാവൂ എന്ന അവകാശവാദം ദൃഢമായി പ്രഖ്യാപിക്കുകയാണ് ഇതാകുന്നു ഗ്രന്ഥം എന്ന കൊച്ചുവാചകത്തിൽ. ഇതിൽ സംശയമേ ഇല്ല. മനുഷ്യന്റെ ആരംഭ ചരിത്രം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിൽ താമസമാക്കിയത് മുതലുള്ള ചരിത്രം കുറെ പറഞ്ഞിട്ടുണ്ട്. വ്യക്തികളുടെയും സമുദായങ്ങളുടെയും ചരിത്രങ്ങളുണ്ട്. വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. പരലോകത്തിലെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത് നിങ്ങൾ ചെയ്യണം, അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിന്നത് നിങ്ങൾ ചെയ്യരുത്, അതൊക്കെ അപകടമാണ് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ പലതും. അത് മുഴുവൻ സത്യമാകുന്നു, ഒട്ടും സംശയിക്കേണ്ട. ഇതിൻ്റെ ഉടയവൻ അല്ലാഹു ആകുന്നു. ആ കാര്യത്തിൽ പ്രവാചകന് യാതൊരു പങ്കുമില്ല. പ്രവാചകൻ ഇതിൻ്റെ പ്രബോധകൻ മാത്രമാകുന്നു എന്ന വിഷയത്തിൽ ഒട്ടും സംശയിക്കേണ്ട. മുതല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മതയുള്ളവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നതാണിത്. മനുഷ്യൻ തനിക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റുകയില്ല. ഇഷ്ടാനുസരണം ജീവിച്ചാൽ മഹാനാശം തന്നെ തീർച്ച. അതുകൊണ്ട് വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. എന്നാൽ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ പരിശുദ്ധ ഖുർആൻ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ആർക്കാണ് ഈ മാർഗദർശനം ഫലപ്പെടുക എന്നാണ് ഇനി പറയുന്നത്. നമുക്ക്